സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മകളാണ് ബലിപെരുന്നാൾ ദിനം നമ്മളിൽ കൊണ്ടുവരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സമർപ്പണം, ബീവി ഹാജറയുടെ സഹനം, ഒപ്പം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആത്മവീര്യം, ഇതെല്ലാം ഒത്തുചേർന്നതാണ് വിശുദ്ധമായ ബലിപെരുന്നാൾ നമ്മളിൽ നൽകുന്ന ഓർമ്മകൾ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും സ്വന്തമെന്ന് കരുതുന്നതിനെ ദൈവത്തിൻ്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. വാർദ്ധക്യകാലത്ത് ലഭിച്ച പുത്രൻ ഏതൊരു പിതാവിൻ്റെയും ഏറ്റവും വലിയ സമ്പത്ത് അതാണല്ലോ. ഒരിക്കലും ഒരു കുഞ്ഞിക്കാൽ ലഭിക്കുകയില്ല എന്ന ആ ഒരു നൈരാശ്യവും പ്രതീക്ഷയില്ലായ്മയും അതിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് പ്രതീക്ഷകൾക്ക് അവിടെ വീര്യം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷകൾ വിടർന്നുകൊണ്ട് ദാമ്പത്യ വല്ലരി പൂത്തുലഞ്ഞത്. ഇസ്മായിൽ നബി എന്ന ആ കുഞ്ഞു സൗഭാഗ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ബീവി ഹാജറയുടെയും ഏറ്റവും വലിയ സമ്പാദ്യമായി കരുതിയിരുന്ന ആ ഒരു സമയം, അവിടെയാണ് ആ സമ്പാദ്യത്തെ ദൈവപ്രീതിക്ക് മുമ്പിൽ ബലിയെറുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന ആജ്ഞ ഉണ്ടാകുന്നത്. ആ ആജ്ഞയ്ക്ക് മുമ്പിൽ വിഷമിച്ച് നിൽക്കാനല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സന്നദ്ധമായത്. ആജ്ഞ എന്താണോ അത് നിറവേറ്റാൻ തയ്യാറാവുകയാണ് ചെയ്തത്. ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇസ്മായിൽ നബി പറയുന്നത് യാ അബത്തിഫ് അൽ മാതു ഉമർ, പിതാവിനോട് പറയാണ്, പിതാവേ അങ്ങ് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് പ്രവർത്തിക്കുക എന്ന് ഇസ്മായിൽ നബി പറയുന്നത് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അത് 3 പേരുടേതുമാണ്. ഇബ്രാഹിം നബിയുടെ സമർപ്പണബോധം, ബീവി ഹാജറയുടെ സഹന ബുദ്ധി, എന്നതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആത്മവീര്യം, ഇതെല്ലാം കൂടിയതാണ് ബലിപെരുന്നാൾ. ആ ബലിപെരുന്നാളിൻ്റെ ഓർമ്മകൾ അത് ഓരോ വർഷവും മുസ്ലിം ലോകത്ത് കടന്നു വരുന്നു. വിശുദ്ധ ഹജ്ജ് മാസം ആണല്ലോ, ഹജ്ജിൻ്റെ ദിനങ്ങളുമായി ചേർന്ന് വരുന്നു ബലിപെരുന്നാൾ ദിനവും. ഇന്നിപ്പോൾ ബലിപെരുന്നാൾ ദിനമാണ്. ഇന്നലെ അറഫയായിരുന്നു. നമ്മൾ കേരളവുമായി തട്ടിച്ച് നോക്കുമ്പോൾ മിനിഞ്ഞാന്നായിരുന്നു അറഫ. അറഫയിൽ ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് ചേർന്നു, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും. അവിടെ നിറവ്യത്യാസമില്ലാതെ, ഭാഷാവ്യത്യാസമില്ലാതെ, വസ്ത്രധാരണത്തിൽ ഒരേ വസ്ത്രം അല്ലെങ്കിൽ ഒരേ രൂപം കൈകൊണ്ടുകൊണ്ട്, എന്നതുപോലെ തന്നെ ഒരേ മന്ത്രം ഉരുവിട്ടുകൊണ്ട്, ഒരേപോലെ നിർമ്മിച്ചുണ്ടാക്കിയ തമ്പുകളിൽ അന്തിയുറങ്ങിക്കൊണ്ട് വിശുദ്ധ അറഫ താഴ്വര, ആ താഴ്വരയിലെ വെയിലും ചൂടും ഒരേപോലെ അനുഭവിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം സഹോദരന്മാർ അവിടെ ഒരുമിച്ച് ചേർന്നു എന്നുള്ളതാണ്.